6-ാമത്തെ അധ്യായത്തിലെ 5-ാമത്തെ ശ്ലോകം ആയിക്കോട്ടെ. ഉദ്ധരേദാത്മനാത്മാനം നാത്മാനമവസാദയേത് ആത്മൈവ ഹ്യാത്മനോ ബന്ധുരാത്മൈവ രിപുരാത്മനഃ. വ്യാസവിരചിതമായ മഹാഭാരതത്തിലെ ഭീഷ്മപർവത്തിൽ നിന്നെടുത്തതാണ് ഭഗവത്ഗീത. ഭഗവത്ഗീതയിലെ 6-ാം അധ്യായമായ ധ്യാനയോഗത്തിലെ 5-ാം ശ്ലോകമാണിത്. ഉദ്ധരേതാത്മനാത്മാനം, അതായത് നമ്മൾ ആത്മാവിനെ ആത്മാവ് കൊണ്ട് തന്നെ ഉദ്ധരിപ്പിക്കണം, അതായത് ഉയർത്തണം. ആത്മാനം അവസാദേത്, നമ്മൾ ആത്മാവിനെ അധപ്പതിപ്പിക്കരുത്, താഴ്ത്തരുത്, തളർത്തരുത്. ആത്മൈവ ഹ്യാത്മനോ ബന്ധു ആത്മൈവ രിപുരാത്മന, അതായത് നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധു, അതുപോലെ നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു. നമ്മൾ എങ്ങനെ ബന്ധുവാകുന്നതെന്ന് ഞാൻ ആദ്യം പറയാം. അതായത് നമ്മൾ ഒരു കടയിൽ ചെന്നു, അപ്പോൾ നമുക്ക് വേണമെന്ന് തോന്നുന്നു, ഒരു സാധനം വേണമെന്ന് തോന്നുന്നു, നമ്മളുടെ മനസ്സ് പറയുന്നു അത് വേണ്ട എന്ന്. അപ്പോൾ നമ്മൾ നമ്മുടെ കാരണവന്മാർ പറഞ്ഞതൊക്കെ ശ്രദ്ധിക്കണം. അതായത് അവർ പറഞ്ഞിരുന്നു നമ്മൾ മേടിക്കരുതെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും മേടിക്കരുത്. പക്ഷെ നമുക്കൊരാഗ്രഹം മേടിക്കണമെന്ന്, അത് നമ്മളുടെ ശത്രു തന്നെയാണ് നമ്മളായിട്ട് വരുന്നത്. ശരിക്കും നമ്മൾ മേടിക്കാതിരുന്നാലോ നമ്മുടെ ബന്ധു തന്നെയാണ് നമ്മൾ. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഒരാൾ പരിഹസിച്ചാൽ നമ്മൾ തന്നെ ഉദ്ധരിക്കണം. മറ്റൊരാൾക്ക് നമ്മളെ ഉദ്ധരിപ്പിക്കാൻ പറ്റുകയില്ല. ഒരിക്കലും തളരരുത്, തളർന്നാൽ നമുക്കൊരിക്കലും വിജയമുണ്ടാവുകയില്ല. അതുകൊണ്ട് നമ്മൾ തന്നെയാണ് നമ്മുടെ ബന്ധുവും താൻ തന്നെയാണ് തൻ്റെ ശത്രുവും എന്ന് ശ്രീകൃഷ്ണൻ പറയുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിലെ 12-ാമത്തെ ശ്ലോകം. തത്രേകാഗ്രം മനഃകൃത്വാ യദചിത്തേന്ദ്രിയ ക്രിയഃ ഉപവിശ്യാസനേ യുഞ്ജ്യാത് യോഗമാത്മവിശുദ്ധയേ. സ്ഥലം അധികം ഉയർച്ചയും താഴ്ചയും ഉള്ളതായാൽ വീഴ്ചയോ ശീതോഷ്ണാതിബാധയോ ഉണ്ടായെന്നു വരും. ആയതിനാൽ യോഗസിദ്ധിക്കുള്ള ഉത്തമ സാധന അന്തരംഗ ശുദ്ധിയാണ് എന്ന് ഉറപ്പിക്കുന്നതിനായിട്ട് മുമ്പേ പറഞ്ഞിരുന്നാലും ആവർത്തിച്ചു കാണിക്കുന്നു. മനസ്സ് സ്വതേ പലതിലും ചാടിക്കൊണ്ടിരിക്കും, ഇന്ദ്രിയങ്ങളും ശബ്ദാദികളിൽ ചലിക്കും. രണ്ടിൻ്റെയും ഈ സ്വഭാവത്തെ നിരോധിക്കണം. ദേഹാദികളിൽ ഞാനെന്നും ധനാദിബാഹ്യ വസ്തുക്കളിൽ എൻ്റേതെന്ന് തോന്നുന്ന വിചാരങ്ങളെ അന്തകരണത്തിൽ നിന്ന് തീരെ അകറ്റുവാൻ മതിയാകാവുന്ന വിധത്തിൽ മനസ്സിനെ പ്രത്യേകാത്മാവിൽ ഉറപ്പിക്കുവാൻ സമാധി അഭ്യസിക്കണം. ആത്മവിചാര പരമ്പര മുറിവ് കൂടാതെ പ്രവഹിച്ചു കൊണ്ടിരിക്കണം. ആ യോഗസിദ്ധിക്കുള്ള അന്തരംഗ സാധന ഇതാകുന്നു.